പിന്നെ ഹാർവാർഡ് പ്രസിഡന്റ് പറഞ്ഞ മറ്റൊരു കാര്യമുണ്ട്, ഈ സർക്കാർ ഗ്രാൻറ്റുകളും പിന്നെ ഇതെല്ലാം കൊടുക്കുന്നു, സർക്കാരിൻ്റെ ഫണ്ടിങ് എല്ലാം കൊടുക്കുന്നു, അതെല്ലാം റിസർച്ച് ചെയ്യാനായിട്ടാണ് കൊടുക്കുന്നത്. ആ റിസർച്ച് ചെയ്യുക എന്ന് പറഞ്ഞാൽ ആ റിസർച്ച് യൂണിവേഴ്സിറ്റിക്ക് ഗുണമാകാൻ വേണ്ടിയിട്ടല്ല, ഈ രാജ്യത്തിന് ഗുണമാകാൻ വേണ്ടിയിട്ടാണത് ചെയ്യുന്നത്. അവർ സർക്കാർ കൊടുക്കുന്ന ഈ ആനുകൂല്യങ്ങൾ ഒരു ജോലി ചെയ്യാൻ വേണ്ടിയാണ്, അതായത് റിസർച്ച് ചെയ്യുക, പല കാര്യങ്ങളെപ്പറ്റി ആ റിസർച്ച് ചെയ്യാനാണ് അവരെ ഏർപ്പെടുത്തിയിരിക്കുന്നത്. അത് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അതൊരു ആനുകൂല്യമൊന്നുമല്ല, സർക്കാരിൻ്റെ ഒരു ദയാവായ്പൊന്നുമല്ല. അത് കിട്ടിയില്ലെങ്കിൽ പിന്നെ റിസർച്ച് നടക്കില്ല. റിസർച്ച് നടന്നില്ലെങ്കിൽ പുതിയ കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. അതുണ്ടായില്ലെങ്കിൽ ഈ രാജ്യത്തിന് അതിന് ദോഷമുണ്ടാകും, ഈ രാജ്യത്തിനും പിന്നെ മാനവരാശിക്കും അതിൻ്റെ ദോഷങ്ങളുണ്ടാകും. ഇതാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അത് മനസ്സിലാക്കാനായിട്ട് ഭരണകൂടത്തിന് കഴിയുന്നില്ല എന്ന് പറയുന്നത് ഒരു ഖേദകരമായ കാര്യമാണ്. വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെ വിട്ടുപിടിക്കുകയാണ് വേണ്ടത്. അവിടെ എന്തെങ്കിലും നടക്കട്ടെ, കാരണം അവിടെ എന്ത് നടന്നാലും അതിന് വലിയ പ്രാധാന്യമൊന്നുമില്ല എന്ന് നമുക്കറിയാം. ഇവിടെ അമേരിക്കയിൽ പിന്നെ നേരെ മറിച്ച് ഇപ്പോൾ ബംഗ്ലാദേശിലെ വിദ്യാർത്ഥികളുടെ പ്രക്ഷോഭത്തെ തുടർന്നാണ് ഹസീന ഗവൺമെൻറ് നിലംപതിച്ച് അവർ ഓടിപ്പോകേണ്ട സ്ഥിതി വന്നത്. അവരായിരുന്നു തുടക്കം. അപ്പോൾ ആ രീതിയിലേക്ക് ഈ അമേരിക്കയിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ നമുക്കറിയാം, പിന്നെ ഈ ടെൻറ്റ് കെട്ടി കുറേ പേര് പ്രതിഷേധമൊക്കെ ആയിട്ട് കുറച്ച് ദിവസം ഇരിക്കും, അതിനുശേഷം പിന്നെ അവർ ക്ലാസ്സിൽ കയറും, അത്രയേ ഉള്ളൂ. അതിനപ്പുറത്തേക്കൊന്നും പോകാൻ പോകുന്നില്ല, നിയമരാഹിത്യമൊന്നും ഉണ്ടാകാനും പോകുന്നില്ല. അപ്പം അത് തടയാനായിട്ട് ശ്രമിക്കുന്നതിന് പകരം വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെ തന്നെ പിന്നെ എതിർക്കുന്ന രീതിയിലേക്ക് മുന്നോട്ട് പോവുക എന്ന് പറയുന്നത് എത്ര കണ്ട് ശരിയാകുമെന്നാണ് ചിന്തിക്കേണ്ടിയിരിക്കുന്നത്. ഇതിൻ്റെ കൂടെ ചിന്തിക്കേണ്ട ഒരു കാര്യം, ഈ പ്രസിഡന്റിൻ്റെ ഈ നിലപാടുകളെ എതിർക്കാനായിട്ട് ആരുമില്ല ഭരണകൂടത്തിൻ്റെ. ഇതിന് കൂടുതലും ഈ സുപ്രീം കോടതി വരെ മിക്കവാറും എല്ലാം പ്രസിഡന്റിന് കൂടുതൽ അധികാരങ്ങൾ നൽകുന്ന തീരുമാനങ്ങളാണ് എടുക്കുന്നത്. അപ്പോൾ അത് കഴിഞ്ഞ ദിവസം ന്യൂയോർക്ക് ടൈംസിൽ അതിനെപ്പറ്റി റിപ്പോർട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ആകപ്പാടെ പ്രസിഡന്റിനെതിരെ ശബ്ദിക്കുന്ന പ്രധാന വക്താവായിട്ട്, പ്രധാന ജിഹ്വയായിട്ട് മാറിയിരിക്കുന്ന ന്യൂയോർക്ക് ടൈംസ് ആണ്. അപ്പോൾ കഴിഞ്ഞ ദിവസം അവർ പിന്നെ അവരുടെ ഒരു പ്രധാനപ്പെട്ട ലീഡ് സ്റ്റോറി ആയിരുന്നു, ഈ പ്രസിഡൻസിയുടെ മറവിൽ പിന്നെ പ്രസിഡന്റ് ട്രംപ് മോണിറ്റൈസിങ് ദ പ്രസിഡൻസി, അതായത് പ്രസിഡന്റ് ആയിരിക്കുന്നത് മോണിറ്റൈസ് ചെയ്യുന്നു, അതുകൊണ്ട് പണം ഉണ്ടാക്കുന്നു. അതായത് അദ്ദേഹത്തിൻ്റെ മക്കളുമൊക്കെ വലിയ ബിസിനസ്സുകൾ, സംരംഭങ്ങൾ പല രാജ്യങ്ങളിലായിട്ട് നടന്ന് പിന്നെ പല സംരംഭങ്ങൾ ചെയ്യുന്നു, ബില്യൺസ് ഓഫ് ഡോളേഴ്സ് ഉണ്ടാക്കുന്നു. അതുപോലെ തന്നെ ക്രിപ്റ്റോ കറൻസി. അപ്പോൾ ഇതെല്ലാം അതുപോലെ തന്നെ പ്രസിഡന്റ് ഈ സംഭാവനകൾ സ്വീകരിക്കുന്നു. ഇപ്പം 200 മില്യൻ്റെ പിന്നെ പ്ലെയിനും മറ്റും സ്വീകരിച്ചത്. അപ്പോൾ ഇതെല്ലാം അഴിമതിയാണ് മുൻകാലങ്ങളിൽ, ഇതെല്ലാം തെറ്റായ കാര്യമായിട്ടാണ് മുൻകാലങ്ങളിൽ കരുതിയിരുന്നത്. പക്ഷേ ഇപ്പം അതൊന്നും ചോദിക്കാനും പറയാനും ആരുമില്ല. കാരണം അത് ചോദിക്കേണ്ടതും പറയേണ്ടതുമായിട്ടുള്ള ഏജൻസികൾ, അതിലെ ആളുകളെ മിക്കവാറും പേരെ പിരിച്ചുവിട്ടു, അല്ലെങ്കിൽ അവിടെയൊക്കെ പിന്നെ സ്വന്തക്കാരെ തന്നെ ട്രംപ് നിയമിക്കുകയും ചെയ്തു. ആരും എതിർപ്പ് പറയാനായിട്ടില്ല.